ഹലോ, എല്ലാവർക്കും ഹായ്. ബേസിൽ ജോസഫ് നായകനായെത്തുന്ന പുതിയ സിനിമയായ പ്രാവിൻകുടി ഷാപ്പ് എന്ന സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയമായി ട്രെയിലർ വന്നിട്ട്. ഞാൻ വർക്കിലായതുകൊണ്ട് കാണാൻ കഴിഞ്ഞില്ല. എങ്ങനെ ഉണ്ടെന്ന് ഇപ്പം നോക്കാം. ഓക്കെ. ബേസിൽ ജോസഫ് രണ്ടാമത്തെ പ്രാവശ്യമുണ്ട് പോലീസ് വേഷത്തിൽ. വാഴയ്ക്ക് ശേഷം രാത്രി ഷാപ്പ് അടച്ചു കൂട്ടി അകത്ത് 11 പേര് ഇരുന്ന് കള്ളു കുടിക്കുന്നു, ചീട്ടുകൾ. കള്ളൂടി ചിട്ട് 2 ഡോറിലൂടെയും കഴിഞ്ഞ 4 മണിക്കൂറായി ആരും അകത്തേക്ക് വന്നിട്ടില്ല. വന്നിരുന്നെങ്കിൽ മഴയുള്ളതുകൊണ്ട് കാലിലെ ചെളി കണ്ടേ. മഴ നിങ്ങൾ ചീട്ട് കളിക്കിടെ അസാധാരണമായിട്ട് എന്തെങ്കിലും ശ്രദ്ധിച്ചിരുന്നു? അടിയിൽ ട്രൗസർ ഇട്ടുണ്ടായിരുന്നു. സാധാരണ അയാൾ അടിയിലൊന്നും ഇടാറില്ല. അതല്ലടോ, ബാബു ആത്മഹത്യൊന്നും ചെയ്യുന്നില്ല. കൊലപാതകവും. ഇത്ര സുന്ദരിയായിട്ടുള്ള മെറിന്റെ തന്നെ എങ്ങനെയാ പ്രേമിച്ചേ? ഇത് പണ്ടത്തെ ആൾക്കാർ പറയൂലേ, പ്രേമത്തിൽ കണ്ണുമൂക്കൊന്നുമില്ല. ഇത് അതീപ്പെടുന്ന ഒന്നാണ് സാറേ. നീ എന്തിനാ എന്റെ ഭാര്യ നോക്കണം? അവസാനം ഷാപ്പിന്റെ മുതലാളിയെ തന്നെ ഷാപ്പിന്റെ ഒത്ത നടക്ക് പാരച്ചൂട്ടിറക്കിയെങ്കിൽ നിങ്ങളിൽ ഒരാളായിരിക്കും കില്ലർ. അല്ല, എന്തിനിപ്പോ ബാബു പാരച്ചൂട്ടിലിറങ്ങിയേ? സാറിന്റെ മനസ്സിൽ അലട്ടുന്നൊരു കാര്യമില്ലേ, ആരോടും പറയാത്തൊരു രഹസ്യം. ആളുകളുടെ നടുവിൽ വെച്ച് ഇങ്ങനെ ഒരു മേർഡർ, അത് സൂസൈഡ് ആക്കി തീർക്കാൻ വേണ്ടി ചെയ്തതല്ല. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മേർഡർ എനിക്ക് ചെയ്യാൻ പറ്റും, ആർക്കും എന്നെ പിടിക്കാൻ കഴിയില്ല എന്നൊരു നാർസിസിസ്റ്റിന്റെ വെല്ലുവിളിയാണ്. ഒരാവേശത്തിന് ശ്രീരാജ് ശ്രീനിവാസൻ. ഞാൻ അറിയാത്ത ഡയറക്ടറാണോ? ഏതാ ഡയറക്ടർ? പുതിയ ഡയറക്ടർ. പ്രാവിൻകുടി ഷാപ്പ്. അപ്പോൾ ട്രെയിലർ കണ്ടു. ട്രെയിലർ അടിപൊളി. ട്രെയിലർ കണ്ടിട്ട് പ്രത്യേകിച്ച് ഒരു ഐഡിയ കിട്ടണില്ല. ഒരു ഷാപ്പിനെ ചുറ്റിപ്പറ്റി ഉണ്ടാവുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണെന്ന് തോന്നുന്നു സിനിമ കണ്ടിട്ട്. ബേസിൽ ജോസഫ് രണ്ടാമത്തെ സിനിമ എന്ന് തോന്നുന്നു. വാഴയ്ക്ക് ശേഷം രണ്ടാമത്തെ പ്രാവശ്യമാണ് പോലീസ് വേഷത്തിൽ ഇറങ്ങുന്നത്. എന്തായാലും സിനിമ അടിപൊളിയാവും തോന്നുന്നേ. ഇതിനു മുന്നേ ലാസ്റ്റ് ഇറങ്ങിയ സിനിമയായിരുന്നു സൂക്ഷ്മദർശിനി. ആ സിനിമ ഒരു അടിപൊളി സിനിമയായിരുന്നു. എന്താ പറയുക, ഒരു ത്രില്ലർ മൂവി തന്നെ ആയിരുന്നു. സൂക്ഷ്മദർശിനി പോലെ തന്നെ ഈ സിനിമയും ഒരു വിജയകരമായി തീരട്ടെ. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, കാരണം ട്രെയിലർ കണ്ടിട്ടൊന്നും പറയാൻ പറ്റില്ല. തിയേറ്ററിൽ വന്നിട്ട് അഭിപ്രായം പറയാൻ പറ്റുള്ളൂ. ഇനി തിയേറ്ററിൽ വരട്ടെ, എന്നിട്ട് നോക്കാം. പ്രാവിൻകുടി ഷാപ്പ് എന്ന ഈ സിനിമയുടെ ഡയറക്ടറുടെ പേര് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. ശ്രീരാജ് ശ്രീനിവാസൻ. ഇതിനു മുന്നേ ഏതൊക്കെ സിനിമ അദ്ദേഹം എടുത്തിട്ടുണ്ടോ എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തരാം. എന്തായാലും ഈ സിനിമ തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. ഓക്കെ, ബൈ.